ഇന്ന് യൂറോപ്യൻ സഞ്ചാരി സ്റ്റോറീസിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഡോക്ടറെയാണ്. അതൊരു മലയാളി ഡോക്ടറെ. നാട്ടിൽ MBBS കഴിഞ്ഞ് ജർമ്മനിയിൽ വന്ന് ഡോക്ടറായി തന്നെ ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ച് ഇവിടെ വന്ന് C1 മെഡിക്കൽ ജർമ്മൻ വരെ പാസ്സായി ഇവിടുത്തെ പരീക്ഷകളെല്ലാം ജർമ്മനിൽ എഴുതി പാസ്സായ ഒരു ഡോക്ടറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്ന. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ സ്റ്റുട്ട്ഗാർട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. നാട്ടിൽ നിന്ന് MBBS കഴിഞ്ഞിട്ടല്ലേ ജസ്ന ഇങ്ങോട്ട് വന്നത്? അപ്പം എവിടെയാണ് നാട്ടിൽ MBBS ചെയ്തത്? ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് ചെയ്തത്. അതുപോലെ എങ്ങനെയാണ് ജർമ്മനിയിലേക്ക് വന്നത്? ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് സ്പൗസ് വിസയിലാണ് ജർമ്മനിയിലേക്ക് വന്നത്. വന്നിട്ടിപ്പം എത്ര വർഷത്തോളമായി? ഇപ്പം ഏകദേശം 5 വർഷം കഴിഞ്ഞു. ജസ്ന ഇവിടെ വന്നപ്പോഴത്തേന് ഈ പ്രൊഫഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ഇനീഷ്യൽ സ്റ്റെപ്സ് ജസ്ന ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്? ജർമ്മനിയിൽ മീൻസ് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. അപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ B1 വരെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എത്രത്തോളം ലെവൽ വേണം ജർമ്മൻ ലാംഗ്വേജിൽ നമുക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട്? നമുക്ക് B2 ജനറൽ ജർമ്മൻ ലാംഗ്വേജും C1 മെഡിസിനുമാണ് ആവശ്യമുള്ളത്. അപ്പം ഈ C1 മെഡിസിനിലാണ് നമ്മൾ ശരിക്കും ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. നമുക്കിപ്പോൾ പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊലീഗ്സ് ആയിട്ടാണെങ്കിലും എല്ലാം ജർമ്മൻ ലാംഗ്വേജിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന C1 മെഡിസിൻ വരെ ലാംഗ്വേജ് പഠിക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് ഏത് ലെവൽ വരെ ജർമ്മൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തു? അതുപോലെ തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്? ഞാൻ B1 വരെ നാട്ടിൽ നിന്ന് ചെയ്തിട്ടാണ് ജർമ്മനിലോട്ട് വന്നത്. അപ്പം നാട്ടിൽ പഠിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ആയിട്ടാണ് B1 വരെ കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ വന്ന ശേഷം B2 ജനറൽ ആയിട്ടുള്ള ലാംഗ്വേജ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റായിട്ട് എക്സാം കൊടുത്തു. അങ്ങനെ B2 സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷം പിന്നെ B2 C1 മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് പിന്നെ ജോയിൻ ചെയ്തത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പല മീൻസ് C1 മെഡിസിൻ മാത്രമായിട്ട് കോഴ്സുകളും ഉണ്ട്, B2 C1 മെഡിസിൻ ആയിട്ടുള്ള കോഴ്സുകളും ഉണ്ട്. അപ്പം ഞാൻ ചെയ്തത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ളൊരു B2 C1 മെഡിസിൻ കോഴ്സായിരുന്നു. അത് ഒരു 3 മന്ത് കോഴ്സായിരുന്നു. കമ്പൈൻ ചെയ്തിട്ട് ഒരു 3 മന്ത് കോഴ്സായിരുന്നു. അതിൻ്റെ ലാസ്റ്റിലൊരു എക്സാം ഉണ്ടായിരുന്നു. B2 C1 മെഡിസിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി. മെഡിക്കൽ C1 നിങ്ങൾ എന്താ പഠിക്കുന്നതെന്ന് പറഞ്ഞു തരാമോ? C1 മെഡിസിൻ കോഴ്സിലാണ് നമ്മൾ മെഡിക്കൽ ടേംസ് പഠിക്കുന്നത്. അത് പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷന് മീൻസ് കൊളോക്കിയൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേംസും പിന്നെ കൊലീഗ്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷനൊക്കെ വേണ്ടത് ടെക്നിക്കൽ ടേംസ് ആണ്. അപ്പോൾ ആ 2 മെഡിക്കൽ ടേംസുമാണ് ശരിക്കും ആ കോഴ്സിൽ പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് C1 മെഡിസിൻ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത് ഇവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട്? C1 മെഡിസിൻ കോഴ്സിന് ശേഷം ഞാൻ എല്ലാ ഡോക്യുമെൻസും റെഡിയാക്കിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പോലെ ഇവിടെ നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റിയാണ് റെഗീറുംസ് പ്രൊസീഡിയം. അപ്പോൾ അവിടത്തേക്ക് അപ്രൊബേഷന് വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെൻസും റെഡിയാക്കിയിട്ട് അയക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് പറഞ്ഞില്ല അപ്രൊബേഷൻ എന്ന് പറഞ്ഞു, ശരിക്കും എന്താ ഈ അപ്രൊബേഷൻ? ജർമ്മനിയിൽ ഡോക്ടറായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പെർമനൻറ്റ് ലൈസൻസ് വേണം. അതിനെയാണ് അപ്രൊബേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അപ്രൊബേഷന് മീൻസ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കമ്പൈൽഡ് ആയിട്ടുള്ള എല്ലാ 4 ഇയേഴ്സിലത്തെയും മാർക്ക് ലിസ്റ്റ് അത് വേണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം. ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യണം. മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റ്, അറ്റൻഡൻസ്, എല്ലാ വർഷവും എത്ര അവേഴ്സാണ് ഓരോ സബ്ജക്റ്റിലും സ്പെൻഡ് ചെയ്തെന്നുള്ളതിൻ്റെ അവേഴ്സ് വേണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത ടൈമിനെക്കാട്ടിലും ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു സംഭവമാണ് ഹാഗ് അപ്പോസ്റ്റീൽ. അതിന് 5 ഡോക്യുമെൻറ്റ്സ് ഹാഗ് അപ്പോസ്റ്റീൽ ചെയ്യണം. അത് നമ്മുടെ MBBS സർട്ടിഫിക്കറ്റ്, പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, പിന്നെ അതേപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റ്. ഈ 5 ഡോക്യുമെൻറ്റ്സ് ഹാഗ് അപ്പോസ്റ്റീൽ ചെയ്യണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ അപ്രൊബേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് നമുക്ക് അപ്രൊബേഷൻ കിട്ടുക? അപ്രൊബേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പ്രോസസ്സിങ് ടൈം നല്ല കൂടുതലാണ്. ഒരു 8 to 12 months വരെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ അത്രയും സമയം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല? അത് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുവാണോ അത്രയും സമയം? അതല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പാരലലി നമുക്ക് ജോബ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ജോബ് ഓഫർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടെമ്പററി ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പറഞ്ഞല്ലോ ഈ സമയം കൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം, ജോലി ചെയ്യാമെന്നുള്ള ടെമ്പററി ലൈസൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ ജസ്റ്റ് ഈ സമയത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നോ?
അപ്പോൾ C1 മെഡിസിൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജോബ് സെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഹോസ്പിറ്റൽ നമ്മൾ ഹോസ്പിറ്റൽ HODക്കാണ് ഡയറക്റ്റ്ലി നമ്മുടെ CV-യും അതേപോലെ അൺട്രൈബും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കവറിംഗ് ലെറ്ററൊക്കെ വെച്ചിട്ട് അയക്കേണ്ടത്. എന്നിട്ട് അയച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് നമുക്ക് അവർ ജോബ് കോൺട്രാക്റ്റ് തരികയാണെങ്കിൽ ടെമ്പററി ലൈസൻസിന് നമുക്ക് റെഗുലർ പ്രൊസീഡിയത്തിലേക്ക് ഒരു പുതിയൊരു ഫോമുലാർ അയച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ ടെമ്പററി ലൈസൻസ് കിട്ടുന്നതും അതുപോലെ നിങ്ങൾ ആർക്ക് അത് അപ്ലൈ ചെയ്യേണ്ടതാണ്? ടെമ്പററി ലൈസൻസ് കിട്ടാൻ ആക്ച്വലി ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമുക്കൊരു ജോബ് കോൺട്രാക്റ്റ് കാണിക്കാനുണ്ടാവണം. ബാക്കി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അപ്രൊബേഷന് സബ്മിറ്റ് ചെയ്ത സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് സെയിം ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു എക്സ്ട്രാ ഫോം നമ്മൾ അയക്കണം. മീൻസ് നമ്മൾ ബെറു ഫെർലോബിനിസ് ഈ ടെമ്പററി ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത്. ഈ ടെമ്പററി ലൈസൻസ് മാക്സിമം 2 years വാലിഡിറ്റിയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്രൊബേഷൻ എക്സാം എഴുതിയിട്ട് പാസ്സാവണം. പിന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അയക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ റെഗീറിംഗ് പ്രൊസീഡിയത്തിലേക്കാണ്. അപ്പോൾ എന്തായിരുന്നു ജസ്നയുടെ ജോബ് റോൾ അവിടെ? ഞാൻ ആദ്യം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നറെ മെഡിസിനിലായിരുന്നു. മീൻസ് ഹോസ്പിറ്റേഷന് വേണ്ടി ജോയിൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു 2 months എനിക്ക് ടെമ്പററി ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്തിട്ട് അത്രയും ഒരു 2 months ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ മെയിൻലി ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂടപ്നാമയും പിന്നെ അതേപോലെ IV ലൈൻ ഇടുക അതൊക്കെയായിരുന്നു മെയിൻ ഉണ്ടായിരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻസിൻ്റെ റൗണ്ട്സ് ഡോക്യുമെൻറ്റേഷൻ അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ജർമ്മനിയിൽ തന്നെയായിരുന്നു. ഡോക്യുമെന്റേഷൻ എല്ലാം നിങ്ങൾ എല്ലാം ജർമ്മനിൽ തന്നെ. പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനും എല്ലാം ജർമ്മനിൽ തന്നെയാണ്. ഇംഗ്ലീഷ് ടേംസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ജസ്ന ചെയ്ത? പിന്നെ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടെമ്പററി ലൈസൻസ് വെച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ FSP എക്സാമിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ റെഗുലർ പ്രൊസീഡിയത്തിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അയച്ചു കഴിഞ്ഞാൽ അവരതൊക്കെ വെരിഫൈ ചെയ്ത ശേഷം നമുക്കൊരു ഡേറ്റ് തരും FSP എക്സാമിനുള്ളത്. അപ്പം ഞാൻ ഡിസംബറിൽ ആപ്ലിക്കേഷൻ അയച്ചിട്ട് എനിക്ക് ജൂണിലാണ് FSPയുടെ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു 6 to 7 months എടുത്തു എക്സാം ഡേറ്റ് കിട്ടും. അപ്പോൾ അതിനുശേഷം FSP എക്സാം അറ്റൻഡ് ചെയ്തു. FSP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്സ്പ്രാക്ക് പ്രൂഫിംഗ് ആണ്. അതിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഒരു മെഡിക്കൽ ലാംഗ്വേജ് നമുക്ക് പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷൻ പറ്റുന്നുണ്ടോ. പിന്നെ ആ എക്സാമിൽ തന്നെ ഒരു 2 എക്സാമിനേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾ ഒരു പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു കേസ് പ്രസൻറ്റേഷൻ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ കുറച്ച് മെഡിക്കൽ ടേംസ് ഉണ്ടാവും, ടെക്നിക്കൽ ടേമും. അതാണ് ആ എക്സാമിൽ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജസ്ന FSPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? FSPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഈ C1 മെഡിസിൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സെയിം സംഭവം തന്നെയാണ് FSP എക്സാം അറ്റൻഡ് ചെയ്യാനും ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടി മീൻസ് വർക്കിങ്ങിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഫാൾ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നറെ മെഡിസിൻ ഷിറൂർഗിൻ്റെ ഒക്കെ കിട്ടും. അപ്പോൾ അത് കുറച്ച് റെഫർ ചെയ്തു. അങ്ങനെയാണ് അതിന് വേണ്ടി പഠിച്ചത്. അപ്പോൾ FSP കഴിഞ്ഞു, എക്സാം എഴുതി ജസ്റ്റ് പാസ്സായി കഴിഞ്ഞു. പിന്നെ എന്താ ജസ്റ്റ് ചെയ്തത്? FSP എക്സാമിന് ശേഷം പിന്നെ നെക്സ്റ്റ് വരുന്ന എക്സാമാണ് കണ്ടിന്യൂസ് പ്രൂഫും അപ്രൊബേഷൻ കിട്ടാനുള്ള എക്സാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാണ് ചെയ്തത്. അതും ഇതേപോലെ കണ്ടിന്യൂസ് പ്രൂഫിങ്ങിനും കുറേ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതും പക്ഷേ കുറേ കോസ്റ്റ്ലി ആയിട്ടുള്ള കോഴ്സുകളൊക്കെയാണ്. പക്ഷെ നമുക്ക് തനിയെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതുമാണ്. അതിന് വേണ്ടിയിട്ട് ഫാൾ ബുക്ക് ഇന്നറെ മെഡിസിനും ഫാൾ ബുക്ക് ഷിറൂർഗിയും വാങ്ങിച്ചിട്ട് അതിലത്തെ കേസസ് എല്ലാം പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അപ്രൊബേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കെന്നിസ് പ്രൂഫിങ്ങിന് വരുന്ന സബ്ജക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്. ഇത് രണ്ടും ഫിക്സ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. 3rd സബ്ജക്റ്റ് നമ്മൾ എവിടെയാണോ എക്സാം കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറും. മീൻസ് 3rd പ്രൊഫസർ ആരാണ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് 3rd സബ്ജക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ചില സ്ഥലത്ത് അത് മൈക്രോബയോളജി ആയിരിക്കും, ചില സ്ഥലത്ത് ഫാർമക്കോളജി ആയിരിക്കും. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത സ്ഥലത്ത് അത് എമർജൻസി മെഡിസിൻ ആയിരുന്നു. അത് കാരണം എനിക്കൊരു 3rd എക്സ്ട്രാ സബ്ജക്റ്റായിട്ട് പഠിക്കേണ്ടി വന്നില്ല. ജനറൽ മെഡിസിൻ്റെ കൂടെ തന്നെ കുറച്ച് മീൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് 3rd സബ്ജക്റ്റ് പഠിക്കേണ്ടി വന്നില്ല. എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 full day ഉള്ളൊരു എക്സാമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ട് കേസ് പ്രസൻറ്റേഷൻ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒറിജിനൽ പേഷ്യൻ്റ് തന്നെ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കണം. അത് കഴിഞ്ഞിട്ട് 3 പ്രൊഫസേഴ്സ് ഉണ്ടാവും. അവർ പേഷ്യൻ്റ് സിമ്മറിലേക്ക് വന്നിട്ട് നമ്മൾ പേഷ്യൻ്റെ കേസ് പ്രസൻറ്റേഷൻ ചെയ്യണം. അതിനുശേഷം അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ എന്തെങ്കിലും എക്സാമിനേഷൻ ചെയ്യാൻ പറയും. അതാണ് ആദ്യത്തെ പാർട്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് വൈവ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ 4 കാൻഡിഡേറ്റ്സ് ആണ് എക്സാമിന് ഉണ്ടാവുക അറ്റ് എ ടൈം. പ്ലസ് 3 പ്രൊഫസേഴ്സ് ഇരുന്നിട്ട് ഓരോരുത്തരുടെ അടുത്തും മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതൊരു 1 hour ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ എല്ലാം നോക്കിയിട്ട് അവർ അപ്പം തന്നെ റിസൾട്ട് പറയും പാസ്സായോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു 3 to 4 weeks എടുക്കും. ജസ്റ്റ് പറഞ്ഞായിരുന്നു 3rd സബ്ജക്ട് വേരിയേഷൻ ഉണ്ടായിരിക്കും, ഇന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ജസ്റ്റ് എങ്ങനെയാ ജസ്റ്റിന്റെ 3rd സബ്ജക്ട് ഇതാണ് എന്ന് അറിഞ്ഞത്?
ഞാൻ എക്സാം കൊടുത്ത സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു. എൻ്റെ കൂടുതൽ കൊലീഗ്സും അതിന് മുന്നേ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3rd സബ്ജക്റ്റ് ഇതാണ്. അപ്പം അപ്രൊബേഷന്റെ എക്സാം കഴിഞ്ഞു, അങ്ങനെ പെർമനന്റ് ലൈസൻസ് കിട്ടി. ഈ പെർമനന്റ് ലൈസൻസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഈ അപ്രൊബേഷൻ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രൊബേഷൻ കിട്ടിയ പോയിന്റ് തൊട്ട് നമുക്ക് PG ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം വൈറ്റർ ബിൽഡിംഗ് എന്നാ പറയാ. നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് PG സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7:30 നമ്മൾ അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞിട്ടാകും പിന്നെ നമ്മൾ നോക്കും പുതിയ പേഷ്യൻസ്, നൈറ്റിൽ പുതിയ പേഷ്യൻസ് ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഇന്ന് ആ ദിവസത്തേക്ക് പുതിയ ഔഫ്നാമ എന്തെങ്കിലും പ്ലാൻഡ് ആണോ, അതൊക്കെ നോക്കണം. പിന്നെ നമുക്ക് രാവിലെ എല്ലാ ദിവസവും ഫ്രീ ബെഷ്പ്രേഹം എന്ന് പറഞ്ഞിട്ട് CT അതേപോലെ MRI ഒക്കെ മീൻസ് ഒരു റേഡിയോളജിസ്റ്റ് വന്നിട്ട് അതൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതാണ് ഇനീഷ്യൽ രാവിലത്തെ ഒരു സമയം പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ട്സിന് പോവും. പിന്നെ അതിൻ്റെ ഇടയിൽ എമർജൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം. അതാണ് ഒരു റൂട്ടീനായിട്ടുള്ളത്. പിന്നെ അതേപോലെ ഓവറാസ്റ്റ് ആയിട്ടുള്ള അവർ നമ്മുടെ അടുത്ത് വരും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, പേഷ്യൻസിൻ്റെ ഇതൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ക്ലിയർ ചെയ്യാം. അതുകൂടാതെ ചില ദിവസങ്ങളിൽ ഫാൾ ബെഷ്പ്രേഹും അല്ലെങ്കിൽ ഫോർട്ട് ബിൽഡും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ന്യൂറോയിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു റൂട്ടീൻ. അതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് ടൈം ഷെഡ്യൂൾ, ഷിഫ്റ്റ് എല്ലാം മാറി മാറി വരും. പിന്നെ അതേപോലെ ഡ്യൂട്ടി എടുക്കുന്നതാണെങ്കിലും ചില ഹോസ്പിറ്റലിൽ ബ്ലോക്ക് ആയിട്ടായിരിക്കും നൈറ്റ് ഡ്യൂട്ടി വരിക, അല്ലെങ്കിൽ 24 hours ആയിരിക്കും, ചില ഹോസ്പിറ്റലിൽ 12 hours ആയിരിക്കും. അത് മാറി മാറി വരും. അപ്പം നാട്ടിൽ MBBS കഴിഞ്ഞ ഒരാൾ ഇപ്പൊ ജസ്റ്റിനെ പോലെ തന്നെ അവർക്ക് ഡയറക്ട്ലി ഇവിടെ വന്ന് ഇവിടെ ഒരു ജോലി നോക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് PG ചെയ്യണം, എന്താ അവർ ശരിക്കും ചെയ്യേണ്ടത്? അപ്പം നാട്ടിൽ നിന്ന് ഡയറക്ട്ലി വരാനാണെങ്കിൽ പ്രിഫറബിളി B2 വരെ ലാംഗ്വേജ് നാട്ടിൽ നിന്ന് പഠിച്ച ശേഷം എല്ലാ ഡോക്യുമെൻസും റിക്വയർഡ് ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ റെഗ്യൂറിംഗ് പ്രൊസീഡിയത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഡയറക്റ്റ്ലി നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം 16D എന്ന് പറഞ്ഞൊരു വിസയുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ്ലി ജർമ്മനിയിലേക്ക് വരാൻ പറ്റും. എന്നിട്ട് ഇവിടുന്ന് ഫാക്സ്പാർക്ക് പ്രൂഫിങ്ങിൻ്റെ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഹോസ്പിറ്റൽസിൽ അപ്ലൈ ചെയ്തിട്ട് ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടും നാട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി വരാൻ പറ്റും. ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് ചെയ്ത പോലെ. ബാക്കി ഡോക്യുമെന്റ്സ്, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് എല്ലാം റെഡിയാക്കൽ മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത്. അത് റെഗ്യൂറിംഗ് പ്രൊസീഡിയത്തിലേക്ക് അയച്ചു കൊടുക്കുക. ബാക്കി അതിനുശേഷം FSP എന്നുള്ള എക്സാം, കണ്ടിന്യൂസ് പ്രൂഫും, അത് തന്നെയാണ് ബേസിക് സ്റ്റെപ്സ്. അതുകൂടാതെ വേണമെങ്കിൽ ഈ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തിട്ടാകുമ്പം അവർ നമുക്കൊരു ഇൻ ബിറ്റ്വീൻ ഒരു മെയിൽ അയക്കും. മീൻസ് ഗുഡ് ആഫ്റ്റർനൂൺ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെയ്ത ഡിഗ്രി ഇവിടുത്തെ ജർമ്മൻ ഡിഗ്രിയായിട്ട് ഇക്വലൻ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മീൻസ് എക്സ്ട്രാ കോസ്റ്റും ഉണ്ട്, പിന്നെ കുറച്ച് ടൈമും എടുത്തേക്കാം. പിന്നെ എൻഡ് റിസൾട്ട് പോസിറ്റീവ് ആവണമെന്നില്ല എപ്പോഴും. മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ള കേസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം മീൻസ് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെയും നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ പോകണം. FSP കണ്ടിന്യൂസ് പ്രൂഫ് എന്നുള്ള സെയിം പ്രോസസ്സിൽ തന്നെ. നമുക്ക് PG ചെയ്യണം ഇവിടെ വന്നിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ അതിന്റെ പ്രൊസീജിയർ? PG അപ്രൊബേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് PG സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. PG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ ചെയ്യുന്നത് അതിനൊരു ലോഗ് ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇന്ന സാധനങ്ങൾ ഈ ഒരു 4.5 year പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ 60 months പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു എല്ലാ ക്രൈറ്റീരിയാസും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിൽ ഒരു 5 year പീരീഡിന് ശേഷം നമുക്ക് നമ്മുടെ ലോഗ് ബുക്ക് അത് നമ്മുടെ ഷെഫാർസിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് നമുക്ക് റെഗ്യൂറിംഗ് പ്രൊസീഡിയത്തിലേക്ക് അയച്ചിട്ട് നമ്മുടെ ഈ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് ചോദിക്കാവുന്നതാണ്. ഫൈനൽ എക്സാം എന്ന് പറയുന്നത് വൈവ ആണോ ഒരു തിയറി എക്സാം? അത് വൈവയാണ്. അതൊരു മീൻസ് ഞാൻ കേട്ടിട്ടുള്ളത് 3 പ്രൊഫസേഴ്സ് ഉണ്ടാവും, എന്നിട്ട് വൈവ പോലെ ഒരു 1.5 hours ഡ്യൂറേഷനുള്ള എക്സാമാണ്. തിയറി എക്സാം ഒന്നുമില്ല PG കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്ര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടോ നിങ്ങളുടെ PG കോഴ്സ്? അവർ പറയുന്ന ഒരു മിനിമം ടൈം പീരീഡ് ആണ് ഈ ഒരു 4.5 years, ചിലതിന് 6 years ഒക്കെ വേണ്ടി വരുന്നത്. പക്ഷെ അതും മീൻസ് ഫിക്സ്ഡ് അല്ല. നമുക്ക് അത് വേണമെങ്കിൽ 10 years എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനീഷ്യലി ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയപ്പം ഒരു ന്യൂ ലാംഗ്വേജ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഇനീഷ്യലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്യുമെൻറ്റ് സബ്മിഷന് ശേഷം കുറേ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ആയിരുന്നു. മീൻസ് ഇടയ്ക്കിടയ്ക്ക് അവിടെ വിളിച്ച് ചോദിച്ച് മീൻസ് അവരെ കുറച്ച് പുഷ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടൈം ഡിലേ ഒരു പ്രോബ്ലമായിട്ട് ഫേസ് ചെയ്തിരുന്നു. പിന്നെ ജോബിന് ഇനീഷ്യലി ഹോസ്പിറ്റലിൽ കയറിയ ടൈമിലും ഇതേപോലെ നമ്മൾ യൂഷ്വലി നാട്ടിൽ ഈ
ബ്ലഡ് എടുക്കുന്നതും IV ലൈൻ ഇടുന്നതൊക്കെ യൂഷ്വലി നഴ്സുമാരുടെ ജോലിയാണ്. പക്ഷേ ഇവിടെ അത് നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇനീഷ്യലി ഒന്ന് ആ ഒരു ജർമ്മൻ സിസ്റ്റമായിട്ടൊന്ന് ശരിയായി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ് ആയിരുന്നു ഇനീഷ്യലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്. അതും പക്ഷേ എന്താ പറയുക, മീൻസ് വർക്ക് ചെയ്ത് വർഷങ്ങൾ പോകുമ്പോൾ ശരിയായിക്കോളും. ഇനി വരാൻ പോകുന്ന ഡോക്ടർമാരോട് എന്താ ജസ്റ്റിനൊക്കെ കൊടുക്കാനുള്ള ടിപ്സ് എന്ന് പറയുന്നത്? മെയിനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊരു B2 വരെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കഴിഞ്ഞിട്ടാകുമ്പം ഡിലേ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് ടൈം എന്തായാലും കണക്കാക്കണം. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടുള്ളവർക്ക് മീൻസ് പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോബ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ 50%ഓ 60%ഓ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ്, സാറ്റർഡേ സൺഡേ നമുക്ക് ലീവാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഓഫ് കിട്ടും. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജസ്നയുടെ സ്റ്റോറി. അതുപോലെ തന്നെ ജസ്നയുടെ ഫാമിലിയും. നമ്മുടെ നാട്ടിലൊരു MBBS പഠിച്ച് കഴിഞ്ഞ ഒരാൾക്ക് ജർമ്മനിയിൽ വന്ന് ഡോക്ടറായിട്ട് ജോലി ചെയ്യണമെങ്കിലും അതുപോലെ ഇവിടെ വന്ന് PG കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയറും അതുപോലെ തന്നെ ഇൻഫർമേഷൻസും ആണ് ജസ്റ്റ് നമുക്കായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.